യേശു ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ആരെല്ലാമാണെന്ന് അറിയാമോ? ഇവരോട് മാധ്യസ്ഥം ചോദിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമോ? യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാവർക്കും ദ ഒപ്റ്റിമിസ്റ്റിക് ഡൈനാസ്റ്റിയിലേക്ക് സ്വാഗതം. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ ആരൊക്കെയാണെന്ന് ഔദ്യോഗികമായി പറയപ്പെടുന്നില്ലെങ്കിലും യേശുവിനോട് കൂടുതൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന 3 ശിഷ്യന്മാരായിരുന്നു. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഒരു ശിഷ്യനാണ്. ഇതാരാണെന്ന് അറിയാമോ? അറിയാവുന്നവർ കമന്റ് ചെയ്യൂ. യേശുവിന്റെ ഈ അരുമ ശിഷ്യൻ ഒരു എഴുത്തുകാരനാണ്, സുമുഖനാണ്. യേശുവിന്റെ കൂടെ നിന്ന്, യേശുവിന്റെ ചാരി നിന്ന് പെസഹ തിരുനാളിൽ പങ്കെടുത്തയാളാണ്. പരിശുദ്ധ ദൈവമാതാവിനെ സ്വന്തം അമ്മയായിട്ട് ഏറ്റെടുത്തയാളാണ്. യേശുവിന്റെ കുരിശിന്റെ താഴെ നിന്ന ആളാണ്. രക്തസാക്ഷിയാകാത്ത പ്രായം തികയുന്നതുവരെ ജീവിച്ചയാളാണ്. ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാനാണ് ആദ്യത്തെ പ്രിയ ശിഷ്യൻ. 2 പേരും കൂടി പ്രിയ ശിഷ്യന്മാരുടെ ഗണത്തിൽ പെടുന്നുണ്ട്. അതിലൊന്ന് പത്രോസ് ശ്ലീഹയാണ്, 2 യാക്കോബ് ശ്ലീഹ. മത്സ്യബന്ധനം ചെയ്യുന്ന സാധാരണക്കാരായ 3 പേർ അവരുടെ അസാധാരണമായ വിശ്വാസവും ഐക്യവും നന്മയും കൊണ്ട് കർത്താവിന് പ്രിയപ്പെട്ടവരായി. എന്നെ പിന്തുടരൂ എന്ന് യേശു പറഞ്ഞതനുസരിച്ച് അവർ കർത്താവിനെ പിന്തുടർന്നു. യേശു ചില അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവരെ 3 പേരെയും മാത്രമാണ് കൂടെ കൂട്ടിയത്. യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴും മലമുകളിൽ രൂപാന്തരപ്പെട്ടതും കണ്ടതും ഈ 3 പേർ മാത്രമാണ്. പത്രോസ് ശ്ലീഹ യേശുവിന്റെ കൂടെ കടലിലെ വെള്ളത്തിൽ മീതെ നടന്നു. വലിയൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഭയം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നുമുണ്ട്. വെള്ളത്തിൽ വീഴുമോ എന്ന ഭയം വന്ന മാത്രയിൽ വെള്ളത്തിൽ മുങ്ങി. പീഡാനുഭവ വേളയിൽ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാലും ഈ പത്രോസിനെയാണ് യേശു ക്രിസ്തു സഭയുടെ തലവനാക്കിയത്. യേശു പറഞ്ഞു, പത്രോസേ, നീയാകുന്ന പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ഇത് നമ്മിലും പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ ഉദിപ്പിക്കുന്നു. യാക്കോബ്. സെബദി പുത്രനും യോഹന്നാന്റെ സഹോദരനുമായ യാക്കോബാണ് 3-ാമത്തെയാൾ. ധൈര്യത്തിന്റെ പടനായകൻ. വെള്ള കുതിരപ്പുറത്ത് വെള്ളടിത്തീ പോലെ വന്ന് സ്പെയിൻ രാജ്യത്തെ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി ഉയർത്തിയ യാക്കോബ് ശ്ലീഹയാണ് ആദ്യത്തെ രക്തസാക്ഷിയായ അപ്പസ്തോലൻ. ഇവരോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമോ? എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്. കർത്താവ് ഈ 3 പേരെയും പ്രത്യേകം തിരഞ്ഞെടുത്തത് അവരുടെ പ്രത്യേകത കൊണ്ടാണ്. പത്രോസ് സഭയുടെ അടിസ്ഥാനമാണ്. യാക്കോബ് വിശ്വാസത്തിന്റെ വീരനാണ്. യോഹന്നാൻ സ്നേഹത്തിന്റെ ദൂതനാണ്. അവർക്ക് വലിയ സ്ഥാനം കിട്ടിയത് അവരുടെ ശക്തി കൊണ്ടല്ല, അവരുടെ വിനയം കൊണ്ടാണ്. ഏറ്റവും വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും സേവകനായിരിക്കണമെന്ന തത്വമാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നത്. അവരോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനകൾ വേഗത്തിൽ നിറവേറുമോ? ദൈവമാണ് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നത്. വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിന്റെ വഴി കാണിക്കുന്നു. പത്രോസ് ശ്ലീഹ വിശ്വാസത്തിൽ നമ്മെ നിലനിർത്തുന്നു. യാക്കോബ് ശ്ലീഹ നമുക്ക് ധൈര്യം നൽകുന്നു. അവർ നമ്മുടെ ഷോർട്ട് കട്ട് അല്ല, പക്ഷെ അവർ നമ്മുടെ ശക്തമായ സപ്പോർട്ടാണ്. അവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുവഴി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള ആത്മീയ രഹസ്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.